നമ്മൾ ഇന്ന് പുതിയൊരു ലോൺ ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. RBI അപ്രൂവ് ചെയ്തിട്ടുള്ള NBFC വഴി ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ്. 4.7 റേറ്റിംഗ് ഒക്കെ വരുന്ന 10 lakh പ്ലസ് ഡൗൺലോഡ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണിത്. ആപ്ലിക്കേഷൻ ലോഞ്ച് ആയിട്ട് ഓൾമോസ്റ്റ് 1 year ആവാറായിട്ടുണ്ട്. ജൂൺ 5, 2025 ആപ്ലിക്കേഷൻ ലോഞ്ച് ആയിട്ടുള്ളത്. ആപ്ലിക്കേഷൻ്റെ കസ്റ്റമർ കെയറിൻ്റെ ഇമെയിൽ, മൊബൈൽ നമ്പറൊക്കെ ഇപ്പോൾ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യുക. ദേവ്മുനി ലീസിംഗ് ആൻഡ് ഫൈനാൻസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ NBFC വഴിയാണ് ഇവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് RBIയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ NBFC കാണാനായിട്ട് സാധിക്കും. ഇവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് 5,000 തൊട്ട് 1 lakh വരെയാണ്. നമുക്ക് 5,000 മുതൽ 1 ലക്ഷം വരെ ഇവർ ലോൺ തരുന്നുണ്ട്. 12 മാസം വരെ, അതായത് 2 മാസം തൊട്ട് 12 മാസം വരെ ടെന്യൂറിലാണ് നമുക്ക് ലോൺ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇൻട്രസ്റ്റ് നമുക്ക് അപ് ടു 36% വരെയാണ് വരുന്നത്. പ്രോസസ്സിംഗ് ഫീസ് നമുക്ക് 2% വരെ വരുന്നുണ്ട്. അത്യാവശ്യം കുറവാണ് പ്രോസസ്സിംഗ് ഫീസ് വരുന്നത്. ഏജ് നമുക്ക് 21 വയസ്സിന് മേളിൽ വേണം. ആധാർ കാർഡ്, പാൻ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലോൺ എടുക്കാനായിട്ട് സാധിക്കും. വേറെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. സോ ജെന്യുവൻ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. പക്ഷേ ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ പേര് ലോൺ 112 എന്നാണ്. പ്ലേ സ്റ്റോറിലെ ലോൺ 112 ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. ദേവ്മുനി ലീസിംഗ് ആൻഡ് ഫൈനാൻസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം നിങ്ങളെ. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു പേജിലോട്ട് വരും. അവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ കുറച്ച് പെർമിഷൻസ് ആണ് ചോദിക്കുന്നത്. ഈ പെർമിഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഞാൻ കൊടുക്കുന്നതാണ് കൊടുക്കേണ്ട. നിങ്ങൾ വായിച്ച് നോക്കുക. നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പെർമിഷൻസ് അലൗ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്തുകൊണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറയും. മൊബൈൽ നമ്പർ കൊടുക്കുക. OTP വരും. OTP കൊടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ താഴെ അപ്ലൈ ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിന് താഴെയായിട്ട് സപ്പോർട്ട് ആവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഇമെയിൽ, മൊബൈൽ നമ്പർ ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് അപ്ലൈ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത പേജിൽ ചെക്ക് എലിജിബിലിറ്റി, KYC, സെൽഫി വെരിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജെൻഡർ, നിങ്ങളുടെ ഇമെയിൽ, പാൻ കാർഡിൻ്റെ നമ്പർ, നിങ്ങൾ സാലറിഡ് ആണോ സെൽഫ് എംപ്ലോയ്ഡ് ആണോ, നിങ്ങളുടെ കമ്പനിയുടെ പേര്, പിൻകോഡ്, നിങ്ങൾ ഇൻകം എത്രയാണെന്ന് പോലുള്ള എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. അത് കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ആധാർ KYC കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ആധാർ കാർഡിൻ്റെ നമ്പർ കൊടുത്ത് ആധാറായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് OTP വരും. അങ്ങനെ ആധാർ KYC കംപ്ലീറ്റ് ചെയ്യുക. ശേഷം ഒരു സെൽഫി ആഡ് ചെയ്യാനാണ് പറയുന്നത്. സെൽഫി ആഡ് ചെയ്യുക. അതിനുശേഷം അടുത്ത പേജിൽ നമുക്ക് 25,000 വരെയുള്ള എമൗണ്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് പർപ്പസ് ഉപയോഗിക്കുന്നുണ്ട്, ടെന്യൂർ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ 29 ദിവസം വരെയാണ് ടെന്യൂർ വരുന്നത്. 25,000 വരെ എമൗണ്ട് അപ്രൂവൽ ആയിട്ടുണ്ട്. ഇൻട്രസ്റ്റ് പെർ ഡേ 1% ആണ് വരുന്നത്. ഒരു ദിവസം നമുക്ക് 1% വെച്ച് വരുന്നുണ്ട്. പ്രോസസ്സിംഗ് ഫീസ് ടോട്ടൽ 10% വരുന്നത്. പ്രിൻസിപ്പൽ എമൗണ്ട് നമുക്ക് 25,000, ഇൻട്രസ്റ്റ് 7,250 രൂപയും ടോട്ടൽ റീപേ ചെയ്യേണ്ട എമൗണ്ട് 32,250 രൂപയാണ്. അതായത് ഓൾമോസ്റ്റ് ഒരു 7,250 രൂപ ഒരു മാസം കൊണ്ട് നമ്മൾ തിരിച്ച് റീപേ ചെയ്യണം. സോ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ റിജക്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ കണ്ടിന്യൂ കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയൊരു എമൗണ്ട് 5,000 സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുന്നു. ശേഷം റെഫറൻസ് ആഡ് ചെയ്യാനാണ് പറയുന്നത്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ റെഫറൻസിന് വേണ്ടി ഒരാളുടെ നമ്പറും പേരും കോൺടാക്ട് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. അതും കൊടുത്തു കഴിഞ്ഞ് നമുക്ക് സൈൻ ചെയ്യാനാണ് പറയുന്നത്. എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് OTP കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫണ്ട് 24 മണിക്കൂറിലുള്ള അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകും. പക്ഷേ ഈ ആപ്ലിക്കേഷൻ എടുക്കാനായിട്ട് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. ഈ ആൾക്കാർ ഒരുപാട് പേര് പുതിയ ആപ്ലിക്കേഷൻ വീഡിയോ ഇടാനും അല്ലെങ്കിൽ ഇതുപോലുള്ള ആപ്ലിക്കേഷൻ ഹിന്ദി ചാനൽ കണ്ടിട്ട് എൻ്റെ അടുത്ത് വീഡിയോ ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. സോ ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു മാസത്തേക്ക് 7,250 രൂപ നിങ്ങൾ എക്സ്ട്രാ റീപേ ചെയ്യേണ്ടി വരും. ഇത്രയും വലിയ എമൗണ്ട് നിങ്ങൾ റീപേ ചെയ്യുന്നതിനേക്കാളും ഇത് എടുക്കാതിരിക്കുന്നതാണ്. സോ ഞാൻ ഈ ആപ്ലിക്കേഷൻ ഒരിക്കലും എടുക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്തില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം, നിങ്ങൾക്ക് റീപേ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എടുക്കാം. എന്തായാലും RBI എപ്പോഴും NBFC വഴി തന്നെയാണ് ഇവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് എടുത്തുവെന്ന് വെച്ചാൽ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും വരത്തില്ല. പക്ഷേ എടുത്തു കഴിഞ്ഞാൽ അടച്ചില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഇവർക്ക് ഇവിടെ ഏജന്റുമാരെ വിട്ട് വീട്ടിലിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളുടെ സിബിൽ ഇഷ്യൂസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ആപ്ലിക്കേഷൻ എടുക്കാതിരിക്കുന്നതാണ് ബെറ്റർ. നിങ്ങൾക്ക് അത്ര എമർജൻസി ആണെങ്കിൽ മാത്രം ഈ ആപ്ലിക്കേഷൻസിൽ നിന്നൊക്കെ ലോൺ എടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോയുടെ കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ബൈ.